അന്ത്യയാത്രയിലാണ് അർജുൻ ഇപ്പോൾ ഉള്ളത്. അർജുൻ ലോറിയുമായി പോയ വഴികളിലൂടെ അർജുൻ ഇപ്പോൾ ചേതനയറ്റ് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിവരങ്ങൾ നമ്മൾ അല്പസമയം മുമ്പ് കേട്ടു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ പയ്യോളിയിലേക്ക് എത്തിയിരിക്കുകയാണ് ആംബുലൻസ്. അവിടെ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിയിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നമ്മൾ ഒരിക്കൽ കൂടി അനുമോദിലേക്ക് പോവുകയാണ്. അനുമോദ് ഉള്ളത് അർജുന്റെ വീട്ടിലാണ്. അനുമോദ്, കണ്ണീരും വിയർപ്പും കൊണ്ട് അർജുൻ കെട്ടിപ്പടുത്ത വീട്ടിൽ ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിച്ചിരുന്ന ആ കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു അർജുൻ. ആ അർജുനെ നഷ്ടമായിരിക്കുന്നു. ആ വീട്ടിൽ, ആ വീട്ടുവളപ്പിൽ നിത്യനിദ്രയ്ക്കായി തയ്യാറെടുക്കുകയാണ് അർജുൻ. അതോടൊപ്പം അർജുനെ യാത്രയയക്കാൻ വീടും നാട്ടുകാരും ബന്ധുക്കളും എല്ലാം വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, ഇപ്പോൾ 72 ദിവസം പിന്നിട്ടിരിക്കുന്നു. കരഞ്ഞ് കരഞ്ഞ് കണ്ണീരെല്ലാം വറ്റിയിട്ടുണ്ടാകും ആ പാവങ്ങൾക്ക്. ഈ സാഹചര്യം ഒക്കെ അവർക്ക് തരണം ചെയ്യാനുള്ള മനക്കരുത്തുണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകൾ എങ്ങനെയാണ്? ഒരുപാട് ആളുകൾ അവിടേക്ക് എത്തുന്നുണ്ടല്ലേ? ഇത്രമാത്രം സങ്കടകരമായ ഒരു വിടചൊല്ലലിന്, ഒരു യാത്രയ്ക്ക് ഒരു പക്ഷേ നമ്മൾ അടുത്തൊന്നും സാക്ഷ്യം വഹിച്ചു കാണില്ല. അത്രമാത്രം പ്രിയങ്കരനായി അർജുൻ ഈ ദിവസങ്ങളിൽ എല്ലാവർക്കും മാറിയിരുന്നു. അത് അർജുനെ മുൻപ് പരിചയമുള്ളവർക്ക് മാത്രമല്ല, അർജുനൻ്റെ വേർപാടിന് ശേഷം, അർജുനൻ്റെ തിരോധാനത്തിന് ശേഷം അർജുനെക്കുറിച്ചുള്ള വിശേഷങ്ങളും വാർത്തകളും അർജുൻ്റെ കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾ വഴിയും നേരിട്ടും ഒക്കെ ഈ കേരളത്തിലുള്ളവരൊക്കെ വായിച്ചും കേട്ടും കണ്ടും അറിഞ്ഞതാണ്. അപ്പോൾ അത്രമാത്രം അർജുനെ പറ്റിയുള്ളവർക്ക് ഈ നാട്ടുകാർക്ക് പുറത്തുള്ളവർക്കൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അർജുനെ കണ്ടെത്തി എന്നുള്ള വാർത്ത അത് വലിയൊരു ആശ്വാസമാണ് എല്ലാവർക്കും നൽകിയത്. അപ്പോൾ ഇനി അവസാനമായിട്ട് അർജുനെ ഒരു നോക്കി കണ്ട്, അല്ലെങ്കിൽ അർജുൻ്റെ കുടുംബത്തിന് നമ്മൾ കൂടെയുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നൊരു ഉറപ്പ് കൊടുത്ത് അർജുൻ്റെ കുടുംബത്തെ ആശ്വസിപ്പിച്ച് അവർക്ക് ഇനിയുള്ള കാലം അർജുൻ്റെ ശൂന്യത ഒരിക്കലും നികത്താനാവില്ലെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഒറ്റയ്ക്കാവുന്നില്ല, നാട് മുഴുവൻ കൂടെയുണ്ട് എന്ന ഒരു സന്ദേശം നൽകി, അതോടൊപ്പം അവസാനമായി അർജുനെ ഒരു നോക്ക് കാണാൻ കഴിയുന്നുള്ളൂ എന്ന ഒരു ആശ്വാസത്തോടെ യാത്രാമൊഴി നൽകുവാൻ ആളുകൾ എത്തുന്നതിൻ്റെ ഒരു കാഴ്ചയാണ് ഇവിടെയൊക്കെ നമുക്ക് കാണാനാകുന്നത്. എത്തിച്ചേർന്നതിൽ പലരും പല നാടുകളിൽ നിന്നുള്ളവരുണ്ടാകും, നാട്ടുകാരുണ്ടാകും, അർജുൻ്റെ കൂട്ടുകാരുണ്ടാകും, അർജുനൊപ്പം സംഘടനയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചവരുണ്ടാകും. അത്തരത്തിൽ വിവിധ മേഖലകളിൽ നിന്ന് ഇവിടേക്ക് അർജുനെ അവസാനമായി വരുന്നത് കാണുവാൻ ആളുകൾ എത്തുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാനാകുന്നത്. മോനമാഷ് ഇവിടെയുണ്ട്. മാഷെ, ഇത്രമാത്രം ഹൃദയഭേദകമായ ഒരു വിടചൊല്ലല് നമ്മൾ മറ്റെവിടെയും കണ്ടു കാണില്ലല്ലോ. ഒക്കെ വളരെ വേദനയുണ്ടാക്കുന്ന ഒരു വേർപാടാണല്ലോ അർജുൻ്റെത്. അർജുനെ കാണാതായത് മുതൽ ഇന്നോളം കേരളത്തിലെ മൊത്തം ജനങ്ങൾ ഒറ്റ മനസ്സാലെ അർജുന് വേണ്ടിയുള്ള ഇടപെടലായിരുന്നു. മലയാളികളുടെ മാത്രം ഒരു സവിശേഷതയാണ് അത്തരത്തിലുള്ള ഉദാത്തമായ മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായ മലയാളികളുടെ പ്രത്യേകതയും അതിനനുസരിച്ചുള്ള ഇടപെടലും ഒക്കെയാണ് ഈ തെരച്ചിൽ അനിശ്ചിതം തുടരാനും അർജുൻ്റെ മൃതദേഹമെങ്കിലും കണ്ടെത്താനും വഴിയൊരുക്കിയത് എന്നുള്ളത് ആണ് വസ്തുത. ഈ കുടുംബത്തിനൊപ്പം നമ്മളൊക്കെ ഉണ്ടെന്നൊരു സന്ദേശം കുടുംബത്തിനൊപ്പം എപ്പോഴും ഉണ്ടല്ലോ. ഈ നാട് മുഴുവൻ, കേരളം മുഴുവൻ ഈ കുടുംബത്തോടൊപ്പമാണ്. അർജുൻ ഈ പ്രദേശത്തെ ഒന്നാം തരം ഒരു പൊതുപ്രവർത്തകനായിരുന്നു. വളരെ സജീവമായി DYFIയുടെ പ്രവർത്തനത്തിലും അതുപോലെ തന്നെ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും നിറഞ്ഞു നിന്ന് മുൻപന്തിയിൽ നിലകൊണ്ട് ജനങ്ങളോടൊപ്പം നാടിനോടൊപ്പം നിന്ന ഒരു പൊതുപ്രവർത്തകനായ ചെറുപ്പക്കാരനായിരുന്നു. അർജുൻ്റെ വേർപാട് ആ കുടുംബത്തിനുണ്ടാക്കിയ നഷ്ടം, ആ കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു അർജുൻ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ പ്രദേശത്ത് തന്നെ
ഇവിടുത്തെ ഈ പ്രദേശം ഉൾക്കൊള്ളുന്ന വേങ്ങേരിയിലെ സർവീസ് സഹകരണ ബാങ്കിൽ, നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കിൽ അർജുൻ്റെ ഭാര്യയ്ക്ക് ജോലി നൽകുന്നതിന് ഞങ്ങൾ തീരുമാനമെടുക്കുകയുണ്ടായി. ആ തീരുമാനം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ സമർപ്പിച്ചതിനെ തുടർന്ന് ഒരു കാലതാമസവും കൂടാതെ പ്രത്യേക ഉത്തരവിലൂടെ അതിന് സർക്കാർ അനുമതി നൽകി. അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ അർജുൻ്റെ ഭാര്യ വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ജോലിയിൽ പ്രവേശിച്ചു. ഈ നിലയിലെല്ലാം ഈ കുടുംബത്തിന് നാടിന് കഴിയാവുന്ന ആശ്രയവും സഹായവും നൽകുന്നതിന് എപ്പോഴും മുന്നിൽ നിന്നിട്ടുണ്ട്. തുടർന്നുള്ള നാളുകളിൽ ഈ കുടുംബത്തോടൊപ്പം തന്നെ ഈ നാടുണ്ടാകും, എല്ലാവരും ഉണ്ടാകും. അതിനപ്പുറം ഒന്നും നമുക്ക് ഈ ഘട്ടത്തിൽ ചോദിക്കാനുമില്ല, പറയാനുമില്ല. അത്രമാത്രം മാതൃകാപരമായിട്ടാണ് അർജുൻ്റെ വിഷയത്തിൽ ഇവിടെ ഒരു സജീവമായിട്ടുള്ള ഇടപെടൽ എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുള്ളത്. ഇവിടെ കൂടുതൽ ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. നമുക്ക് കാണാൻ കഴിയാം, നമ്മൾ രാവിലെ വരുന്ന സമയത്ത് ഉണ്ടായതിനേക്കാൾ ആളുകളൊക്കെ ഇതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പിന്നീടുള്ള മണിക്കൂറുകൾ നമുക്കറിയില്ല എത്രമാത്രം ജനത്തിരക്ക് ഇവിടെ ഉണ്ടാകുമെന്ന്. എവിടെ നിന്ന് മുതൽ ആളുകളെ നിയന്ത്രിച്ചു തുടങ്ങേണ്ടി വരുന്നൊന്നും നമുക്ക് പറയാനാകില്ല. ഇപ്പോൾ നല്ല അർജുൻ്റെ മൃതദേഹം ഇവിടെത്താൻ ഈ കേവലം മണിക്കൂറുകൾ മാത്രമാണുള്ളത്. സ്വാഭാവികമായിട്ടും വരും മണിക്കൂറുകളിൽ ഈ പ്രദേശം മുഴുവൻ ജനസഞ്ചയമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു അർജുൻ. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ നാട്ടിലുള്ള പ്രവർത്തനങ്ങൾ, അതേക്കുറിച്ചൊക്കെ പലരും നമ്മോട് സംസാരിക്കുമ്പോൾ തൊണ്ടയിടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. എല്ലാ മേഖലയിലും അത് സൗഹൃദത്തിൻ്റെ ആവട്ടെ, പൊതുപ്രവർത്തന രംഗത്താവട്ടെ, കുടുംബത്തിൻ്റെ കൂടെ ആവട്ടെ, കൂട്ടുകാരുടെ കൂടെ ആവട്ടെ, അപ്പോൾ അത്രമാത്രം ആത്മാർത്ഥമായ ഒരു സൗഹൃദം അർജുന് ഈ ഒരു നാടിനെ പലരുമായിട്ടുമുണ്ട്. അതുകൊണ്ട് ആ ഒരു വിടചൊല്ലൽ അത്രമാത്രം വേദന നൽകുന്നതുമാണ്. എന്താണെങ്കിലും വലിയ ഒരു ജനസഞ്ചയത്തെ തന്നെ നമ്മളിവിടെ നിരീക്ഷിക്കുന്നു. കൂടുതൽ ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. എന്താണെങ്കിലും നേരത്തെ നിശ്ചയിച്ച സമയക്രമങ്ങൾക്കെല്ലാം അപ്പുറത്തേക്ക് ഈ ഒരു ചടങ്ങ് നീളാനുള്ള ഒരു സാഹചര്യവും നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ തന്നെ കാണുന്നുണ്ട്. ആര്യ, തീർച്ചയായും. CV അനുമോദാണ് അർജുന്റെ വീട്ടിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവെക്കുന്നത്.